ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി ചെടിയുടെ പരിപാലനത്തെക്കുറിച്ചുള്ളതാണ്. തക്കാളി ചെടി നല്ല നിറഞ്ഞു കഴിക്കാൻ ചെയ്തു കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നവയാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തക്കാളി ചെടി നടുമ്പോൾ നമ്മൾ ഡോളോമൈറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നടാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിരിക്കണം. കൂടെ അടിവളമായി നമുക്ക് കോഴിവളമോ ചാണകപ്പൊടിയോ ഒക്കെ തന്നെ ചേർക്കാവുന്നതാണ്. ഗ്രോ ബാഗിൽ നിറച്ച സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്കൊരു പകുതി ഭാഗം മാത്രം നിറച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ചെടികളെ നടാവുന്നതാണ്. ചെടി ഒന്ന് വളർന്ന് വലുതായി വരുമ്പോഴത്തേക്കും നമുക്കതിന് വളവും അതിൻ്റെ കൂടെ മണ്ണും ഒക്കെ ചേർത്ത് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് വേണം വരാനായിട്ട്. അല്പം വലുതായി പൂവും കായൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ അതിന് വളപ്രയോഗം ചെയ്തു കൊടുക്കാം. ഞാൻ കോഴിവളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറി നമുക്ക് തടത്തിലോട്ട് കോഴിവളം ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് സാവധാനം ഇതുപോലെ വളം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി അല്പം മണ്ണും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ കോഴിവെള്ളത്തിൽ കൂടുതലായിട്ടും മരപ്പൊടിയാണുള്ളത്. അപ്പോൾ അതൊന്നും പറന്നു പോകാതിരിക്കാനും മണ്ണിൽ നന്നായിട്ട് അതിൻ്റെ വളങ്ങളെല്ലാം തന്നെ ഇറങ്ങാനുമായിട്ട് നമുക്ക് മീതിയിൽ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കോഴിവെള്ളത്തിന് പകരം നമുക്ക് ചാണകമോ ആട്ടിൻ വളമോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമുക്ക് കമ്പോസ്റ്റും ഒക്കെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇനി ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താനും മണ്ണൊന്ന് ഡ്രൈ ആകാതിരിക്കാനുമായിട്ട് നമുക്ക് കരിയിലകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടിയുടെ ചുവട്ടിൽ പൊതിയൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തോട്ടമൊക്കെ തൂക്കുമ്പോൾ കിട്ടുന്ന മണ്ണും കരിയിലകളും ഒക്കെ തന്നെ നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രോ ബാഗ് പകുതിയായിരിക്കും മുതലേ ഇതുപോലെ മണ്ണും വളവും ചവറും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ നിന്ന് ഇറങ്ങുന്ന വേരുകളൊക്കെ തന്നെ ചെടിയെ നല്ല കരുത്തോടു കൂടി വളരുവാനും നല്ല കായ്ഫലം കിട്ടുവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇനി ചെടിയിൽ പൂക്കളൊക്കെ വിരിയുന്നുണ്ട്, വിരിയുന്ന പൂക്കളൊന്നും തന്നെ കായായിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൂക്കളിലൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് രാവിലെ തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോളിനേഷൻ നടന്നിട്ട് വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കായായി മാറുന്നതാണ്. ചെടി നന്നായിട്ട് തഴച്ചു വളരാനും നിറച്ച് പൂക്കാനും കായ്ക്കാനും ഒക്കെ പറ്റിയ ഒരു വളമാണ് ജൈവ സ്ലറി എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. അപ്പോൾ ജൈവ സ്ലറി 1 ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു 10 ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ച് വേണം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ജൈവ സ്ലറി വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞുകൊടുത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ജൈവ സ്ലറി നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്പം വളർന്ന തക്കാളി ചെടിക്ക് ഒരു താങ്ങ് കൊടുക്കേണ്ട വളരെ ആവശ്യമുണ്ട്. ചെടി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമുക്ക് താങ്ങ് കൊടുക്കാവുന്നതാണ്. ഒരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് ചെടിക്ക് താങ്ങ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കയർ വെച്ച് കെട്ടി കൊടുക്കാവുന്നതുമാണ്. അതുകൂടാതെ ഇനി കമ്പ് കിട്ടാനായിട്ട് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പന്തലിട്ടിട്ട് അതിലിങ്ങനെ കയർ ഇതുപോലെ പന്തലിൽ കെട്ടിയതിന് ശേഷം ചെടിയായിട്ട് കെട്ടി വെക്കാവുന്നതാണ്. ചെടിയെ കയറിലോട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കൊടുത്താൽ മാത്രം മതി. അത് നല്ല കമ്പ് പോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. ശിഖരങ്ങളൊന്നും ഒടിഞ്ഞു പോകാതെ ഇരിക്കുന്നതുമാണ്. ചെടി വളർന്ന് കായായി കഴിയുമ്പോഴത്തേക്കും കായുടെ അടിഭാഗത്ത് ഒരുപക്ഷെ ഒരു കറുത്ത കളറിലുള്ളത് നമുക്ക് കാണാനായിട്ട് ചിലപ്പോഴേക്ക് സാധിക്കും. അതെന്ന് പറയുന്നത് മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ സ്പൂൺ ഡോളോമൈറ്റ് എടുത്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഒന്നുകിലും നമുക്ക് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മണ്ണിലോട്ട് വിതറി കൊടുക്കാവുന്നതുമാണ്. ഞാൻ എൻ്റെ എല്ലാ തക്കാളി ചെടിക്കും ഇതുപോലെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. മണ്ണും ചവറും ഒക്കെ ചേർത്തിട്ടാണ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ചെടികളൊക്കെ തന്നെ നല്ല ഗ്രോത്താണുള്ളത്. കൂടുതൽ ഈ മണ്ണെന്ന് പറയുന്നത് തോട്ടം തൂക്കുമ്പോൾ കിട്ടുന്ന മണ്ണാണ്. വളരെ കുറച്ചായിരിക്കും. അങ്ങനെ ഓരോ ദിവസം നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്കും അതങ്ങ് നിറഞ്ഞു വരുന്നതാണ്. പിന്നെ കീടബാധ ഇല്ലാത്ത ചെടികളുടെ ഇലകളൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പൊതിയിലായിട്ട്. വെള്ളീച്ച, മിലിമൂട്ട ഇതുപോലുള്ള കീടങ്ങളും ഈ തക്കാളി ചെടിയെ ആക്രമിക്കാറുണ്ട്. നമ്മുടെ മറ്റു ചെടികളിൽ എന്തെങ്കിലും കീടശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇതിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ചെടിയുടെ ഇലകളിലും തണ്ടിലും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർക്ക് നോക്കാവുന്നതാണ്. കൂടാതെ പല പ്രായത്തിലുള്ള തക്കാളി ചെടികൾ നമ്മുടെ തോട്ടത്തിൽ വച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തക്കാളി വിളവെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് തക്കാളി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഗ്രോ ബാഗിൽ വിതറിയിടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പൊടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അല്പം വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ പറിച്ച് നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്.
തക്കാളി ചെടിയുടെ ശിഖരങ്ങളും വെട്ടിയെടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ശിഖരം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് തണലത്ത് വെച്ചിട്ട് അതിന് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. തക്കാളി ചെടിയിലെ പൂക്കളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാകാം. അതുകൊണ്ട് നമുക്ക് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ്. തടത്തിൽ നമുക്ക് അല്പം ചാരം എടുത്തതിന് ശേഷം വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്പം വളർന്നു വലുതായ ചെടികളുടെ ചുവട്ടിലുള്ള മൂപ്പത്തി ഇലകളൊക്കെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടി നല്ല കരുത്തോടു കൂടി വളർന്നു വരുന്നതാണ്. തക്കാളി ചെടിയുടെ മൂട് ചീയലിന് പരിഹാരമായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇടയ്ക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടെ എല്ലുപൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെടിയുടെ വളർച്ച വളരെ ഫാസ്റ്റായിട്ടായിരിക്കും എല്ലുപൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്